തിരുവനന്തപുരം ശ്രീവരാഹം മുക്കോലയ്ക്ക് ദേവീക്ഷേത്രത്തിലെ അടുത്തുള്ള ഫ്ലാറ്റിലെ കവർച്ച. നല്ല രീതിയിൽ ആസൂത്രണം ചെയ്തൊരു കവർച്ച നടത്തി. പക്ഷേ പോലീസിൻ്റെ സംയോജിതമായ ഇടപെടൽ മൂലം പെട്ടെന്ന് പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ 13-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഈ സംഭവം. ശ്രീവരാഹം മുക്കോലയ്ക്ക് ദേവീക്ഷേത്രത്തിനടുത്തുള്ള ഫ്ലാറ്റിലാണ് സംഭവം. അവിടെ ചന്ദ്ര ശ്രീനിവാസൻ എന്ന 65-കാരിയും മകനും താമസമുണ്ട്. ഫ്ലാറ്റിൽ 2-ാം നിലയിലാണ് താമസിക്കുന്നത്. മകൻ എപ്പോഴും ജോലിക്ക് പോകും. പിന്നീട് ചന്ദ്ര ശ്രീനി ഒറ്റയ്ക്കാണ് വീട്ടിൽ. അവർ സ്ഥിരമായിട്ട് ഒരു മാലയും 6 വളയും വീട്ടിലും അത് ധരിച്ചുകൊണ്ടിരിക്കും. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇത് ധരിച്ചുകൊണ്ട് പോകും. ഫ്ലാറ്റിൻ്റെ താഴത്തെ നിലയിൽ താമസിക്കുന്ന റീന, അവർക്ക് ഈ ചന്ദ്ര ശ്രീനി സ്ഥിരമായി സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച് നടക്കുന്നതും അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇത് ധരിച്ചുകൊണ്ട് പോകുന്നതൊക്കെ അറിയാം. ആ വിവരം ഇവരുടെ ബന്ധു ഷീബയെ എടുത്ത് പറഞ്ഞു. ഷീബ ഈ അടുത്ത കാലത്ത് അവർ വട്ടിയൂർക്കാവ് നെട്ടയംകാരനായ രാജൻ എന്ന 63 വയസ്സുള്ള ആളെ പരിചയപ്പെട്ടു. അയാൾ ഒരു ഹോട്ടലിലെ ജീവനക്കാരനാണ്. അയാൾ ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ പോയപ്പോൾ ഷീബ അയാളുമായിട്ട് പരിചയപ്പെട്ടു. വെൺപാലവട്ടത്തെ ഒരു ഹോട്ടലാണ് അയാൾ ജോലിക്കാരൻ. ആ പരിചയത്തിൻ്റെ പുറത്ത് സാമ്പത്തികമായി ചില സഹായങ്ങൾ ചോദിച്ചപ്പം 30,000 രൂപ ഷീബ വാങ്ങിക്കുകയും റീനയ്ക്ക് 1,00,000 രൂപ ശരത്തിന് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. ശരത്ത് അടുത്ത കാലത്ത് ഒരു മോഷണ കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് വന്ന വ്യക്തിയാണ്. അങ്ങനെ ഷീബയായിട്ട് അടുത്തു. അങ്ങനെ ഇവർക്ക് ഈ പണം ഈ ശരത്തിന് തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ ഷീബ ഇങ്ങനൊരു പരിപാടി ഉണ്ട്, ആസൂത്രണം ചെയ്യാം എന്ന് പറഞ്ഞു. റീനയാണ് ഈ വിവരങ്ങൾ ഷീബയ്ക്ക് കൈമാറിയത്. അങ്ങനെ ശരത്തും ഷീബയും അതുപോലെ തന്നെ റീനയും കൂടെ ചേർന്ന് അവർ ഒരു കവർച്ച ആസൂത്രണം ചെയ്തു. ശരത്തിൻ്റെ കൂട്ടുകാരായി ജയിലിൽ കിടന്ന് പരിചയപ്പെട്ട ബാബു എന്നയാളും അതുപോലെ തന്നെ ശരത്ത് എന്നയാളും രാജൻ്റെ സുഹൃത്തുക്കളാണ്. രാജൻ ജയിലിൽ കിടന്നപ്പം പരിചയപ്പെട്ടവരാണ് ശരത്തും ബാബു. അപ്പോൾ അവരുമായിട്ട് കൂടി ആലോചിച്ചു. ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടു. ശ്രീവരാഹത്തെ ഫ്ലാറ്റൊക്കെ പോയി കണ്ടു. റീനയുടെ വീടിൻ്റെ അവിടെ ചെന്നിട്ട് താഴത്തെ നിലയിൽ താമസിക്കുന്ന റീനയെ കണ്ടു. മുകളിലത്തെ നിലയിൽ താമസിക്കുന്ന ചന്ദ്രയുടെ ആ മുറിയിൽ ഇവർ ചെന്ന് കോർപ്പറേഷൻ ജീവനക്കാരാണ്, വേസ്റ്റ് എടുക്കാൻ വന്നവരാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീടുമൊക്കെ ഒന്ന് നോക്കി കണ്ടിട്ട് ഇവർ പോയി. അതിനുശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവർ ഈ പരിപാടി കവർച്ച ആസൂത്രണം ചെയ്തു. അവിടെ ഷീബയും ശരത്തും ആ ഫ്ലാറ്റിൻ്റെ 2-ാം നിലയിലെത്തി. ഞങ്ങൾ കോർപ്പറേഷൻകാരാണ്, വേസ്റ്റ് എടുക്കാൻ വന്നവരാണ്. അവർ 2 പേര് താഴെയുണ്ട്. അവർ ശരത്തും ബാബുവും ഉണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഈ ഫ്ലാറ്റിൻ്റെ ഓണറുടെ ഫോൺ നമ്പർ ഒന്ന് തരണം, കാരണം അവരെ അറിയിക്കണം. അപ്പോൾ ശരി തരാം എന്ന് ചന്ദ്ര സൈനി എന്ന 65 വയസ്സുകാരി അകത്തെ മുറിയിലേക്ക് കയറി. ഇവർ പിന്നാലെ ചെന്നിട്ട് അവരെ അടിച്ചു വീഴ്ത്തി. ബലമായിട്ട് അവരുടെ കയ്യിൽ കിടന്ന 6 വളയും മാലയും എടുത്തു. മൊത്തം 10 പവൻ വരും. ഇപ്പോഴത്തെ വിലയനുസരിച്ച് 10 ലക്ഷത്തിൽ കൂടുതൽ വില വരുന്ന സാധനം. അവരെ അടിച്ചും ചവിട്ടിയൊക്കെ പരിക്കേൽപ്പിച്ച ശേഷം ഈ സ്വർണ്ണവളയുമായിട്ട് അവിടുന്ന് പോയി. അവർ മുക്കോലയ്ക്ക് ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോയി. അവിടുന്ന് അവർ ഓട്ടോറിക്ഷ കയറി രക്ഷപ്പെടുകയും ചെയ്തു. ഇവരുടെ വിളിയും ബഹളവും കേട്ട് ആദ്യം സഹായത്തിന് ഓടി എത്തിയത് താഴത്തെ നിലയിൽ താമസിക്കുന്ന റീനയാണ്. റീന ഒരു സംശയം തോന്നിയില്ല. അവർ റീനയുടെ അടുത്ത് കാര്യം പറഞ്ഞു. അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് വന്നു. ഏതായാലും പോലീസ് വന്നു കഴിഞ്ഞപ്പം റീന അവിടെ ഇവരുടെ അടുത്ത് നിൽക്കുന്ന കണ്ടു. അവരെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം ഒരു ചെറിയ സംശയം അവരിലേക്ക് പോലീസിന് തോന്നി. ഫോർട്ട് CA പ്രവീണും അവിടുത്തെ SIമാരായ അനു എസ് നായരും സുജ ജോർജും ശ്രുതിയൊക്കെ ഡയറക്റ്റ് SIമാരാണ്. അവരെല്ലാവരും ഇവരെ ചോദ്യം ചെയ്തപ്പം റീനയെ സംശയമായി. അവർ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു. അപ്പം ആ ഫ്ലാറ്റിൻ്റെ പിൻവശത്ത് അവിടെ
CCTV ദൃശ്യത്തിൽ ഷീബയും മറ്റ് 2-3 പേരും നടന്നു പോകുന്നത് കണ്ടു. ആ ദൃശ്യം അവർ ചന്ദ്ര ശ്രീനിവാസനെ കാണിച്ചു. ഇവർ തന്നെ തിരിച്ചറിഞ്ഞു. അത് കേസിലൊരു വഴിത്തിരിവായി. അതിനുശേഷം അവർക്ക് ഇവരെ ചോദ്യം ചെയ്തു. റീന ഏതായാലും കുറ്റം സമ്മതിച്ചു. അതിനകത്ത് 2 വാള റീനയുടെ വീട്ടിലൊരു ബക്കറ്റിൽ മോശമായ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബക്കറ്റിനകത്തിട്ടു. അതിനകത്ത് വെള്ളം നിറച്ച് അതിനകത്താണ് 2 വള ഇട്ടിരുന്നത്. അത് അവർ അടുത്ത ദിവസം തന്നെ അവർ ചാലയിൽ കൊണ്ടുപോയി പണയം വെച്ച് പണം വാങ്ങിച്ചു. ഈ പ്രതികളെല്ലാവരും നമ്പറുകളും എല്ലാം പോലീസ് തിരഞ്ഞെടുത്തു. റീനയെ ചോദ്യം ചെയ്തു. അങ്ങനെ ഷീബയുടെ നമ്പർ കിട്ടി. ഇവരുടെ ലൊക്കേഷൻ കുഴിത്തറ ഭാഗത്താണെന്ന് കണ്ടു. പോലീസ് അവിടെ പോയി ഇവരെ കസ്റ്റഡിയിലെടുത്തു. കുറച്ച് ആഭരണങ്ങൾ, കുറച്ച് സ്വർണം വളകളൊക്കെ കിട്ടി. എങ്കിലും കുറേയൊക്കെ പണയം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ 4 പേരെ അറസ്റ്റ് ചെയ്തു. ഒരാളെയും കൂടെ അറസ്റ്റ് ചെയ്യാനുണ്ട്. എന്തായാലും ഒരു നല്ല ഡിറ്റക്ഷനാണ്. ഇതൊരിക്കലും തെളിയാൻ സാധ്യതയില്ലാത്തത് സമയോചിതമായ ബുദ്ധിപൂർവമായ SI പ്രവീണിൻ്റെയും SIമാരായ ലേഡീസിൻ്റെയൊക്കെ ശ്രമഫലമായി ഇത് പെട്ടെന്ന് പിടിക്കപ്പെട്ടു. കാരണം ഇതിനകത്ത് 1-ാം പ്രതിയായിട്ട് പറയുന്ന രാജന് അയാൾക്ക് തടവ് ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ്. അയാളും ഷീബയും തമ്മിലുള്ള കൂട്ടുകെട്ടിലാണ് ഇത് ആസൂത്രണം ചെയ്തത്. ഷീബയ്ക്ക് 30,000 രൂപ അയാൾക്ക് കൊടുക്കാനുണ്ട്. ഷീബയുടെ ബന്ധു റീന ഈ ശ്രീവരാമ മുക്കോലക്കൽ ദേവീക്ഷ സമയത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന സ്ത്രീയാണ്. അപ്പം സാമ്പത്തിക ഞെരുക്കം വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു റോബറി അവർ ആസൂത്രണം ചെയ്ത്, പക്ഷേ അത് വിജയിച്ചിട്ടില്ല. ഏതായാലും പോലീസ് സമയോചിതമായി ഇടപെട്ട് തമിഴ്നാട് കുഴിത്തറയിൽ നിന്ന് ആ പ്രതികളെല്ലാം കസ്റ്റഡിയിലെടുത്ത്. നല്ല കാര്യം. കവർച്ചയ്ക്ക് പിന്നാലെ ആ സ്ത്രീയെ സഹായിക്കാൻ ഓടിയെത്തിയ റീനയുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ പോലീസിന് സംശയം. അതാണ് ഈ കേസിലേക്ക് ഒരു ലീഡ് കിട്ടിയത്. എന്തായാലും പോലീസിനെ അഭിനന്ദിക്കുന്നു, ഫോർട്ട് പോലീസിനെ. കാരണം കൃത്യമായ സമയോചിതമായ ഇടപെടലും ബുദ്ധിപൂർവമായ അവരുടെ കരുതീക്കങ്ങളും കൊണ്ടാണ് പ്രതികളെയും അവരെ കസ്റ്റഡിയെടുക്കാനും തൊണ്ടി സാധനങ്ങൾ അവർക്ക് വീണ്ടെടുക്കാനും ഒക്കെ സാധിച്ചത്. കുറച്ചുകൂടെ പണയം വെച്ചിരിക്കുന്ന സാധനങ്ങൾ വീണ്ടെടുക്കാനുണ്ട്. എങ്കിലും ഒരു സൂപ്പർ ഡിറ്റക്ഷൻ തന്നെയാണ് ഇത്. അതിന് യാതൊരു സംശയമില്ല. കാരണം ഇങ്ങനെയുള്ള സ്ഥലത്ത് നടന്ന ഈ ഔട്ട്സൈഡായ 4-5 പേരെ പിടിക്കാൻ സാധിച്ചത് ആ റീനയിൽ അവരുടെ മൂവ്മെൻറ്റിലുള്ള സംശയം കൊണ്ടാണ്, പോലീസിന് തോന്നിയത് കൊണ്ടാണ് ഈ കേസ് ഡിറ്റക്ഷൻ ആയത്.